നമസ്കാരം. സംസ്ഥാനത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ബുക്കിംഗ് ഏജൻസികൾക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നോട്ടീസ്. ഒരാഴ്ചയ്ക്കകം ലൈസൻസ് എടുക്കണമെന്ന് ഗതാഗത കമ്മീഷണർ ഇപ്പോൾ ഏജൻസികൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 23 ബസ്സുകൾക്കെതിരെ ഇതുവരെ നടപടിയെടുത്തതായും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. പെർമിറ്റ് ചട്ടം ലംഘിച്ച വാഹനങ്ങൾക്ക് 5000 വാഹനങ്ങൾക്ക് 5000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ കല്ലട ട്രാവൽസിന്റെ 3 വാഹനങ്ങൾ ഉൾപ്പെടുന്നു. അമിത നിരക്ക് ഈടാക്കൽ, സാധനങ്ങൾ കടത്തൽ എന്നിവയ്ക്കാണ് പിഴ ഈടാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ നെറ്റ് റൈഡിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി. കല്ലട ബസ്സിലെ യാത്രക്കാരനെ ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിനു പിന്നാലെ അനധികൃത സർവീസുകൾ നടത്തുന്ന അന്തർ സംസ്ഥാന ബസ്സുകൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച നടപടിയാണ് ഓപ്പറേഷൻ നൈറ്റ് റൈഡേഴ്സ്. ഇത് സംബന്ധിച്ച് ചെക്ക് പോസ്റ്റുകളിൽ വ്യാപക പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. GST വകുപ്പുമായി ചേർന്ന് പരിശോധന ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നു. ഒരാഴ്ചയ്ക്കകം GPS ഘടിപ്പിക്കാനും ബസ്സുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കല്ലട ബസ്സിൽ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് ഉത്തരവ്. എറണാകുളം ജില്ലാ പോലീസ് മേധാവി, സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരാണ് മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകേണ്ടത്. ബസ്സുടമ സുരേഷ് കല്ലട കമ്മീഷന് മുമ്പാകെ നേരിട്ട് ഹാജരാകണം എന്നാണ് റിപ്പോർട്ടുകൾ. യാത്രക്കാരായ 3 യുവാക്കളെ സുരേഷ് കല്ലട ബസ് ജീവനക്കാർ മർദ്ദിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിന്നൽ പരിശോധനാ സ്ക്വാഡുകളെ എല്ലാ RTO ഓഫീസിലും നിയമിക്കാൻ ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാൻ സംസ്ഥാനത്തെ എല്ലാ RTO ഓഫീസിലും പ്രത്യേക പരിശോധനാ സ്ക്വാഡ് രൂപീകരിക്കും. ഈ സ്ക്വാഡിനെ അതത് മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരാണ് നയിക്കുക. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം മിന്നൽ പരിശോധനകൾ നടത്താനാണ് നിർദ്ദേശം. ടിക്കറ്റ് നൽകി യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള പ്രത്യേക ലൈസൻസ് എടുക്കാത്ത എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം അവസാനിപ്പിക്കും. യാത്രക്കാരുടെ ലഗേജിനൊപ്പം കള്ളക്കടത്തും വ്യാപകമാണെന്ന് ആരോപണം ഉയർന്നതിനാൽ അതും പരിശോധിക്കും. പോലീസിന്റെ സഹായം പരിശോധനാ സമയത്ത് തേടാമെന്നും ഗതാഗത കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ച വിവാദത്തിൽ കുടുങ്ങിയ സുരേഷ് കല്ലട ഗ്രൂപ്പിന് ഒന്നും സംഭവിക്കില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ബസിന്റെ പെർമിറ്റ് താൽക്കാലികമായി റദ്ദാക്കിയെങ്കിലും പിഴയടച്ച് തലയൂരാനുള്ള വഴികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സുരേഷ് കല്ലടയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചട്ടലംഘനം നടത്തുന്ന ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് സർവീസ് പുനരാരംഭിക്കുകയാണ് പതിവ്. ഇതിന് മോട്ടോർ വാഹന അധികൃതരുടെ സഹായം അനിവാര്യമാണ്. ഇരുന്നും കിടന്നും യാത്ര ചെയ്യാനാകുന്ന സ്ലീപ്പർ കം സീറ്റർ ബസ്സുകൾക്ക് കേരളമോ തമിഴ്നാടോ കർണാടകയോ നിലവിൽ പെർമിറ്റ് നൽകുന്നില്ല. ഇത്തരം ബസ്സുകൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ പെർമിറ്റിൽ സർവീസ് നടത്തുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഈ സർവീസുകളെ തൊടാനും കഴിയില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനിടെ സംസ്ഥാനാനന്തര ബസ് സർവീസിൽ ജീവനക്കാരെ നിയോഗിക്കുന്നതിനു മുൻപ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ S. സുരേന്ദ്രൻ നിർദ്ദേശിച്ചു. സുരേഷ് കല്ലട സംസ്ഥാനാന്തര ബസ്സിൽ യാത്രക്കാർക്ക് മർദ്ദനമേറ്റതിനെ തുടർന്നാണ് ഇത്രയും നടപടികൾ ഇപ്പോൾ സംസ്ഥാനം സ്വീകരിച്ചിരിക്കുന്നത്. ബസ് സർവീസുകൾ കർക്കശമായി പരിശോധിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സിറ്റിയിലെ എല്ലാ ടൂറിസ്റ്റ് ബസ് ഓപ്പറേറ്റർമാരും സംസ്ഥാനാന്തര ബസ് സർവീസുകാരും അവരുടെ ഓഫീസ് സംബന്ധിച്ച വിവരം 25-നകം കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം എന്നാണ് റിപ്പോർട്ടുകൾ.